ഇടുക്കി ജില്ലയിലെ +2 കൊമേഴ്സ് സ്ട്രീമിൽ ഫുൾ A+ഉം 5 A+ഉം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന മനോഹരമായ ചടങ്ങാണ് നമ്മളിവിടെ ആരംഭിക്കുന്നത്. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ MLA ശ്രീ റോയി കെ പൗലോസ് അവர்களാണ്. അദ്ദേഹം അധികം താമസിയാതെ എത്തിച്ചേരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ പ്രിയപ്പെട്ട സംഘടനയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ശ്രീ ഇവിടെ സംസാരിച്ച് കടന്നുപോയ കട്ടപ്പന മുനിസിപ്പൽ ചെയർമാൻ ശ്രീ കോയി വെട്ടിക്കുടി, ഇവിടെ കരിയർ ഓപ്പർച്യൂണിറ്റീസും കൊമേഴ്സിനെ കുറിച്ച് സംസാരിച്ച ICMAയുടെ ചെയർമാൻ ശ്രീ CUPK, ബഹുമാന്യരായ ശ്രീ സച്ചിൻ സ്കറിയ, മറ്റ് ബഹുമാന്യരായ സംഘടനയുടെ ഭാരവാഹികൾ, പ്രിയപ്പെട്ട ബച്ചന്യന്മാർ, നീതിമാർ, ബഹുമാന്യരായ മാതാപിതാക്കളെ, സുഹൃത്തുക്കളെ, ഏറെ സന്തോഷകരമായ ഒരു ചടങ്ങാണ്. ജില്ലയിലെ കൊമേഴ്സ് വിഭാഗം കുട്ടികൾ പഠിക്കുന്ന എല്ലാ സ്കൂളുകളിൽ നിന്നും അതിൽ ഏറ്റവും മികച്ച വിജയം കരസ്ഥമാക്കിയ ഫുൾ A+ഉം 5 A+ഉം കരസ്ഥമാക്കിയ കുട്ടികളെ ആദരിക്കാൻ വേണ്ടി പ്രത്യേകമായി കൊമേഴ്സ് വിഭാഗം ഒരു ചടങ്ങ് സംഘടിപ്പിക്കുകയുണ്ട്. നമുക്കറിയാം, ഈ ദിവസങ്ങളിലെല്ലാം ഇത്തരമുള്ള ചടങ്ങുകളാണ് എപ്പോഴും കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നല്ല വിജയം, SSLCയേക്കാൾ വലിയ വിജയയുടെ ബഹുമാന്യനായ സാറിവിടെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, നമ്മുടെ നാടിന് അഭിമാനിക്കാവുന്ന ഒരു വിജയമാണ് ഇടുക്കിക്കുണ്ടായത്. മറ്റു 13 ജില്ലകളേക്കാൾ അല്ലെങ്കിൽ സ്റ്റേറ്റ് ആവറേജിനേക്കാൾ 1% കൂടുതലില്ല, 1% കൂടുതൽ. അപ്പം നമ്മൾ പറയുമ്പോൾ പിന്നാക്ക ജില്ല എന്നാണ് ഇടുക്കിയുടെ പേര്. എപ്പോഴും അങ്ങനെയാണ് പറയുന്നത്. പിന്നോക്ക ജില്ലയായ ഇടുക്കി, ആ വാക്കാണ് ഇടുക്കിക്ക് മുമ്പായിട്ട് എപ്പോഴും ഉപയോഗിക്കാറുള്ളത്. അപ്പം അങ്ങനെയൊരു പിന്നാക്ക ജില്ലയാണെന്നുള്ളത് സത്യവുമാണ്. പല കാര്യങ്ങളിലും അതിന് പേര് വരേണ്ടി വന്നത് തന്നെ പല കാര്യങ്ങളിലും നമ്മൾ പിന്നോക്കാവസ്ഥയിലാണ് മറ്റ് 13 ജില്ലകളെയും അപേക്ഷിച്ച് എന്നുള്ളത് കൊണ്ടാണ് ആ പേര് തന്നെ അങ്ങനെ വരേണ്ടി വന്നത്. പക്ഷെ ഇപ്പോൾ നമ്മൾ ആ പിന്നോക്കാവസ്ഥ ഈ കാര്യത്തിൽ ഇല്ല എന്ന് നമ്മൾ കേരളത്തോട് വിളിച്ച് പറഞ്ഞിരിക്കുന്നു, തെളിയിച്ചിരിക്കുന്നു. എവിടം വരെ പോയാലും ആ ചിന്ത നിങ്ങൾ എല്ലാവരുടെയും മനസ്സിൽ ഏതു കാലത്തും ഉണ്ടാകണമെന്നാണ് ഈ ചടങ്ങിൽ നല്ല വിജയം കരസ്ഥമാക്കിയ കുട്ടികളോടുള്ള എൻ്റെ ഒരു എളിയ അഭ്യർത്ഥന. കാരണം ഞങ്ങളൊക്കെ ഈ പൊതുപ്രവർത്തനമായിട്ട് നടക്കുമ്പോൾ ഒരുപാട് സങ്കടകരമായ കാര്യങ്ങൾ ദിവസവും കാണാനും കേൾക്കാനും ഇടവരുന്ന ആളുകളാണ്. അപ്പോൾ പല കുടുംബങ്ങളിലെയും ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥകൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ സങ്കടം വരാറുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ സമൂഹത്തിൽ വലിയ പ്രതിസന്ധികളുണ്ട്. കാരണവന്മാർക്ക് കുട്ടികളെ വിശ്വസിച്ച് എവിടേക്ക് വിടാൻ കഴിയും? തങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കാൻ വിട്ടാൽ വീട്ടിൽ നിന്ന് പോകുന്ന ആ ഒരു രീതിയിൽ തന്നെയാണോ അവരുടെ സ്വഭാവത്തിൽ തിരിച്ചു വരുമ്പോഴും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമോ എന്നുള്ളൊരു വലിയ ഭയപ്പാട് നമ്മുടെ നാട്ടിലുണ്ട്. പ്രത്യേകിച്ചൊരു നിങ്ങളൊക്കെ വേറൊരു ജീവിത ക്രമത്തിലേക്ക് മാറുക. +2 വരെയുള്ള ജീവിതം എന്ന് പറയുമ്പോൾ വീടുകളിൽ തന്നെ കേന്ദ്രീകരിച്ച കാരണവന്മാരുടെ സംരക്ഷണയിലാണ്, വീട്ടിലുള്ള മറ്റുള്ള ആളുകളുടെ സംരക്ഷണയിലാണ്, ആ സൗഹൃദ ബന്ധത്തിലാണ്, ആ സ്നേഹത്തിലാണ്. അപ്പോൾ ഒരു മാറ്റം വരുവാണ്. വേറെ പല സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വരും. ഈ ജില്ലയിൽ തന്നെ ജില്ലയിൽ നിൽക്കും, ജില്ലയ്ക്ക് പുറത്തു പോകും, സ്റ്റേറ്റിന് പുറത്തു പോകും, വിദേശത്ത് പോകുന്നവരുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിത കരിപ്പിടിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രയാണത്തിൽ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് നമ്മൾ മാറേണ്ടി വരും. ആ മാറുന്ന സാഹചര്യങ്ങളിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ചിലരൊക്കെ വലിയ അപകടത്തിൽ ചെന്ന് പെടാറുണ്ട്, വലിയ ദുരന്തത്തിൽ ചെന്ന് ചാടാറുണ്ട്, പല കുടുംബങ്ങളും തകർന്നു പോകാറുണ്ട്.
എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കാര്യം. ഞാനിപ്പോൾ JPM കോളേജിൽ അവിടുത്തെ B.Ed.ൻ്റെ കോൺവൊക്കേഷൻ ചടങ്ങിൽ പങ്കെടുത്തിട്ട് വരികയാണ്. തൊടുപുഴയുള്ള എൻ്റെ സ്നേഹിതൻ എൻ്റെ കൂടെ പഠിച്ച ഡിഗ്രിക്ക്. അപ്പോൾ ആ ചങ്ങാതിയുടെ കൊച്ച് പൂക്കോട്ടൂർ വെറ്ററിനറി കോളേജിൽ പഠിക്കാൻ പോയതാണ്. അവിടെ പഠിക്കാൻ പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഒരു ആ കൊച്ചിന് 3-4 ദിവസം പട്ടിണിക്കിട്ട് തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി ക്രൂരമായ വിനോദം എന്തായാലും പറയുക. ആ ചെയ്തവര് ഈ കുട്ടിയുടെ അമ്മയുടെ കയ്യിൽ നിന്ന് പോയി ചോറ് വാങ്ങിച്ച് കഴിച്ചിട്ട് പോകുന്ന ആളുകളാണെന്ന അമ്മ വിതുമ്പി പറയുന്നത് നിങ്ങൾ കേട്ടുകയാണ്. അപ്പൊ അത്ര ക്രൂരത കാണിച്ച് ഒരു കുട്ടിയെ കൊന്ന ആ കൊലയാളികളുടെ ലിസ്റ്റിൽ പേര് ഞാൻ വായിച്ചപ്പോൾ എനിക്കറിയുന്ന ഒരു പേരും കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ചെടുത്തിട്ട് കുട്ടിയാണ്. ഞാൻ കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഒരു കുഴപ്പമുള്ള പയ്യനല്ലായിരുന്നു. മുതലക്കുളം പള്ളിയിൽ പറവന പള്ളിയിൽ അൾത്താര ബാലനായി അവിടെ സേവനമനുഷ്ഠിച്ച് പോയൊരു പയ്യനാണ്. അവിടെ ചെന്ന് ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടിൽ കൊള്ളരുതാത്ത കൂട്ടുകെട്ടിൽപ്പെട്ട് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ എത്രമാത്രം ഒരു ദുരന്തത്തിൽ പെടാമോ, ഒരു കുടുംബത്തിന് എത്രമാത്രം ദോഷമുണ്ടാകാമോ അത്രയും വലിയ അപകടത്തിൽ ചെന്ന് പെട്ടു. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ 5-ാം പ്രതിയായി കൊലക്കേസിൽ ഞാൻ നോക്കുമ്പോൾ 7 പ്രതികളുടെ പേര് വായിച്ച് 5-ാമത്തെ പ്രതിയായിട്ട് വായിച്ചു വന്നപ്പോൾ എൻ്റെ ഒരു സ്നേഹിതൻ്റെ കുട്ടി, ആ കുടുംബം എങ്ങനെ സഹിക്കും, ആ കുട്ടിയുടെ ജീവിതം എന്താണ്? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. എവിടെയും നമുക്ക് ഏത് കുഴപ്പവും മാനസികമായിട്ട് നമുക്കുണ്ടാകാൻ പ്രചോദനം നൽകുന്ന മാരകമായ ലഹരി ഇത് നമുക്ക് ഈ നാടെമ്പാടിൽ ലഭ്യമാണ്. ഇപ്പം ഞാനിവിടുത്തെ ജനപ്രതിനിധിയായതിനു ശേഷം എന്നെ പലരും ചില സഹോദരിമാരുൾപ്പെടെ എവിടുന്നോ നമ്പറൊക്കെ വാങ്ങിച്ചിട്ട് എന്നെ വിളിക്കുന്നു. ഈ ടൗൺ കേന്ദ്രീകരിച്ച് തന്നെ, പഴയ ബസ് സ്റ്റാൻഡ് കേന്ദ്രീകരിച്ച് തന്നെ അതുമായി ബന്ധപ്പെട്ട് വളരെ മാരകമായ ലഹരി വിൽപ്പന നടക്കുന്നു എന്നുള്ള ആക്ഷേപങ്ങൾ എൻ്റെ അടുത്ത് തന്നെ വിളിച്ചു പറയുകയുണ്ടായി. ഞായറാഴ്ചകളിൽ ആ ഭാഗത്തേക്ക് ചെല്ലാൻ പോലും പാടില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഞാൻ ബന്ധപ്പെട്ട ആളുകളെ അറിയിച്ചിട്ടുണ്ട്. കർക്കശമായ നടപടികൾ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഗവൺമെന്റ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആണോ? ഒന്നും ശ്രദ്ധിക്കുന്നില്ല അല്ലേ? സോഷ്യൽ മീഡിയയിൽ ഒക്കെ ഒഴുകിയിരിക്കുമ്പോഴും ഈ നാട്ടിൽ നടക്കുന്ന ഇത്തരമുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ അതും ഇതിലൊക്കെ ഉണ്ടല്ലോ, നോക്കണം. ഓപ്പറേഷൻ തൂഫാൻ നടപ്പാക്കുന്നത് ഈ നാടിനെ രക്ഷിക്കാൻ വേണ്ടിയാണ്.